മക്കളെ, രാത്രി 12-ന് ശേഷം ആ ഗേറ്റ് കടക്കരുത്. അകത്ത് കയറിയാൽ തിരിച്ചു വരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലെന്ന് പിന്നീട് പറയരുത്. ആ വീട്ടിൽ നിന്ന് ജീവനോടെ തിരികെ വന്നവർ വളരെ കുറവാണ്. യൗവനത്തിൻ്റെ ഓട്ടപ്പാച്ചിലുകളിൽ നമുക്ക് ഏറെ പ്രിയപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കളുണ്ടാകാം. എന്നാൽ ഒരു പ്രായമായതിനു ശേഷം എല്ലാവരും പല വഴിക്ക് പിരിഞ്ഞു പോകേണ്ടവരാണ്. അങ്ങനെ തന്നെയായിരുന്നു ഞാൻ ഈ പറയുന്ന 6 സുഹൃത്തുക്കളും. അവർ ചെറുപ്പം മുതലേ പഠിക്കുന്ന സമയത്തും അതുപോലെ അവർ ഒരു ജോലിക്ക് കയറുന്നത് വരെ അവർ ഒരുമിച്ചായിരുന്നു. പല വിഭാഗത്തിലുള്ള ജോലികളിലായിരുന്നു അവർ എപ്പോഴെങ്കിലും കൂടാറുള്ളത്. അവർ എല്ലാവരും ഒരുമിച്ച് ലീവ് എടുത്ത് വരുന്ന ഏതെങ്കിലും ദിവസങ്ങളിലാണ്. അങ്ങനെയാണ് അമിത് എന്ന് പറഞ്ഞ ഈ സുഹൃത്തും അതുപോലെ അമിതിൻ്റെ 5 സുഹൃത്തുക്കളും എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് ഒരാഴ്ചയിലേക്ക് അവർ ലീവ് എടുക്കുന്നു. ആ സമയത്ത് അമിത് പറഞ്ഞ ഒരു കാര്യമുണ്ട് അവരുടെ സുഹൃത്തുക്കളോട്. അവരെല്ലാവരും പലപ്പോഴും ലീവ് എടുക്കുന്ന പതിവുണ്ട്. എന്നാൽ ആ സമയത്തൊക്കെ അവർ ചെയ്യാറുള്ളത് എവിടേക്കെങ്കിലും യാത്ര പോവുക എന്നതാണ്. എന്നാൽ ഇത്തവണ അമിത് വാട്സപ്പ് ഗ്രൂപ്പിൽ നേരത്തെ പറഞ്ഞിരുന്നു, പഴയ പോലെ ഏതെങ്കിലും കാടോ മേടോ അല്ലെങ്കിൽ മ്യൂസിയമോ കാണാനല്ല ഇത്തവണ നമ്മൾ ലീവ് എടുക്കുന്നത്. ഇത്തവണ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകണമെന്നായിരുന്നു അവർ തീരുമാനിച്ചിരുന്നത്. അങ്ങനെയാണ് അമിതും ചില സുഹൃത്തുക്കളും ചേർന്ന് ഒരു ഹോണ്ടഡ് ബംഗ്ലാവിനെ കുറിച്ച് അറിയുന്നത്. ഈ ബംഗ്ലാവ് വർഷങ്ങൾക്ക് മുമ്പേ അടച്ചുപൂട്ടിയതാണ്. ഇതിനകത്ത് ഒരുപാട് കൊലപാതകങ്ങളും ഒരുപാട് മരണങ്ങളും നടന്നതുകൊണ്ട് അതിൻ്റെ ഉടമസ്ഥൻ എന്നേക്കുമായി അത് അടച്ചിട്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ അത് റെന്റിന് എന്ന് പറഞ്ഞ ഒരു പരസ്യം കണ്ടിട്ടാണ് അമിതും അമിതിൻ്റെ സുഹൃത്തുക്കളും ആ ഒരു ബംഗ്ലാവിൻ്റെ അധികാരിയെ കോൾ ചെയ്യുന്നത്. ആ സമയത്ത് അദ്ദേഹം പറയുന്നു, ഞാൻ നാട്ടിലില്ല, എന്നാൽ നിങ്ങൾക്ക് ആ ബംഗ്ലാവിൽ താമസിക്കാം, അതിൻ്റെ റെൻറ്റും കാര്യങ്ങളും ഞാൻ പറയുന്ന ഒരാളെ ഏൽപ്പിച്ചാൽ മതി എന്നൊക്കെ പറയുന്നു. അങ്ങനെ അവർ ആ ഒരു യാത്രയ്ക്ക് പ്ലാൻ ചെയ്യുകയാണ്. അമിത് അവർക്ക് താമസിക്കാനായി ലഭിച്ച ഈ ബംഗ്ലാവിനെ കുറിച്ച് അമിത് തൻ്റെ സുഹൃത്തുക്കളോട് എല്ലാവരോടുമായി പറഞ്ഞു. അങ്ങനെ എല്ലാവർക്കും ലീവ് ലഭിച്ചു. അങ്ങനെ എല്ലാവരും ഒരു ഡെസ്റ്റിനേഷൻ സ്പോട്ടിലേക്ക് എത്തി. അവിടെ നിന്ന് വേണം എല്ലാവർക്കും യാത്ര തിരിക്കാൻ. അവർ പോയിരുന്നത് ഒരു കാർ എടുത്തിട്ടായിരുന്നു. ആ ബംഗ്ലാവിനെ ലക്ഷ്യം വെച്ച് അവർ പോയിക്കൊണ്ടേയിരുന്നു. ആ ബംഗ്ലാവിന് ഒരു പ്രത്യേകതയുണ്ട്. ആ ബംഗ്ലാവിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഒരു സ്ത്രീയെ അതിക്രൂരമായി കൊല ചെയ്തിരുന്നു പോലും. അതിനുശേഷമാണ് അവിടെ ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാവുന്നത് എന്ന് അവിടുത്തെ നാട്ടുകാർ പറയാനുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പ്രത്യേക സമയം കഴിഞ്ഞാൽ ആ ഗ്രാമത്തിലെ അല്ലെങ്കിൽ ആ നാട്ടിലെ ആരും തന്നെ ആ ബംഗ്ലാവിനരികിലേക്ക് പോകാറില്ല. അവിടെ അമാനുഷികമായ ചില കാഴ്ചകളും അതുപോലെ ബംഗ്ലാവിനകത്തു നിന്നും ഒരു സ്ത്രീയുടെ കരച്ചിലും പൊട്ടിച്ചിരിയും ഒരുപോലെ കേൾക്കാറുണ്ടെന്ന് ആ ഗ്രാമത്തിലുള്ളവർ വിശ്വസിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരു ബംഗ്ലാവിലേക്കായിരുന്നു അവർ യാത്ര തിരിച്ചിരുന്നത്. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു ബംഗ്ലാവിലേക്ക് അവർ യാത്ര തിരിച്ചതെന്ന് ചോദിച്ചാൽ, അമിതിൻ്റെ കല്യാണം നിശ്ചയിച്ചിരുന്നു. അതുകൊണ്ട് അമിതിന് എല്ലാവർക്കുമായി ഒരു ബാച്ചിലർ പാർട്ടി നൽകണമായിരുന്നു. അത് നൽകാൻ വേണ്ടി ഇത്രയും ഒരു ഹോണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ത്രില്ലിംഗ് ആയ തരത്തിലുള്ള ഒരു ബംഗ്ലാവ് തന്നെയായിരുന്നു അവൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. കുറച്ച് പേടിയും അതുപോലെ കുറച്ച് ഇരുട്ടും അതുപോലെ ഒരു ഹോണ്ടഡ് ഫീലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പരിപാടി കുറച്ചുകൂടി മനോഹരമാകുമെന്ന് അമിത് വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു അമിത് ഇത്തരത്തിലുള്ള ഒരു ബംഗ്ലാവ് ഈ ഒരു പരിപാടിക്ക് വേണ്ടി തിരഞ്ഞെടുത്തതും. അങ്ങനെ അവർ ആ ബംഗ്ലാവിനെ ലക്ഷ്യം വെച്ച് അവിടുത്തെ ഗ്രാമങ്ങളിലേക്ക് പോയി. ഈ ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത് ടൗണിൽ നിന്നും അല്പം മാറി ഒരു ഗ്രാമപ്രദേശത്താണ്. എന്നാൽ ഈ ബംഗ്ലാവ് തന്നെ നിൽക്കുന്നത് ഏകദേശം 1000 ഏക്കർ സ്ഥലത്താണ്. അതുകൊണ്ട് ആ ചുറ്റുഭാഗത്തൊന്നും ഒരു വീട് പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ പോകുന്ന സമയത്ത് ഒരു ചെറിയ കോഫി ഷോപ്പ് കണ്ടു. ആ കോഫി ഷോപ്പിനരികിൽ നിർത്തിയതിനു ശേഷം അവർ ബംഗ്ലാവിലേക്കുള്ള വഴി ചോദിച്ചു. ആ സമയത്ത് ആ കടക്കാരനും ആ കടയ്ക്ക് മുന്നിൽ നിൽക്കുന്ന കുറച്ച് പേരും അവരെ വിചിത്രമായി നോക്കി. എന്നിട്ട് ആ കടയിലെ മുതിർന്ന അയാൾ അവരോട് പറഞ്ഞു, മക്കളെ, നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ട് പറയുകയാണ്, ഒരിക്കലും ആ ബംഗ്ലാവിലേക്ക് പോകരുത്. അവിടെ പോയവരാരും അവിടെ നിന്നും തിരികെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു.
എന്നാൽ ഇതൊക്കെ അവർ നിസ്സാരമാക്കിക്കൊണ്ട് തന്നെ ആ ബംഗ്ലാവിനകത്തേക്ക് അവരെല്ലാവരും കൂടെ പോവാൻ തീരുമാനിച്ചു. അങ്ങനെ ബംഗ്ലാവിന് മുന്നിൽ അവരുടെ ആ വലിയ കാറ് എത്തിച്ചേർന്നതിന് ശേഷം അവർ ആ കാറിൽ നിന്ന് ഇറങ്ങിയതിന് മുതൽ ആ ബംഗ്ലാവിന് ചുറ്റും നടക്കാൻ തുടങ്ങി. എന്നിട്ട് ആ ബംഗ്ലാവിൻ്റെ ഓരോ ഭാഗങ്ങളായി അവർ ആസ്വദിച്ച് കാണാൻ തുടങ്ങി. എന്നാൽ ആ സമയത്തൊന്നും അവർക്ക് ആർക്കും തന്നെ മനസ്സിലായിരുന്നില്ല അത് ഒരു ഹോണ്ടഡ് ബംഗ്ലാവാണ്. അതിനകത്ത് ഒരു ആത്മാവ് വസിക്കുന്നുണ്ടെന്ന കാര്യം ആ കൂട്ടത്തിൽ ആർക്കും തന്നെ മനസ്സിലായില്ല. അങ്ങനെ അമിതും തൻ്റെ സുഹൃത്തുക്കളും കാറിൽ നിന്നും അവർക്ക് വേണ്ട സാധനങ്ങളും അതുപോലെ അന്നത്തെ രാത്രി നടക്കാൻ പോകുന്ന പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള ലിക്കറും അതുപോലെ ഭക്ഷണ സാധനങ്ങളും എടുത്തുകൊണ്ട് ആ കൊട്ടാരത്തിനകത്തേക്ക്, ആ ബംഗ്ലാവിനകത്തേക്ക് അവരെല്ലാവരും കൂടെ കയറി. അവർ കയറിയത് മുതൽ എല്ലാവരും തന്നെ ആ ബംഗ്ലാവിൻ്റെ മേൽക്കൂരയിലേക്ക് നോക്കി വട്ടം തിരിയാൻ തുടങ്ങി. അതിമനോഹരമായ ഒരു ബംഗ്ലാവ്. ഇതിലെ കൊത്തുപണികളും ഇവിടുത്തെ ചിത്രശൈലികളും വളരെയധികം മനോഹരമായിരിക്കുന്നു എന്നൊക്കെ അവിടെ ഉണ്ടായിരുന്ന ആ സുഹൃത്തുക്കളിൽ പലരും പറയുകയുണ്ടായി. എന്നാൽ അതിനകത്ത് പേടിയുണ്ടായിരുന്ന ഒരേ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നേഹ എന്ന് പറഞ്ഞ അമിതിൻ്റെ ഒരു സുഹൃത്തായിരുന്നു. ഇവരിൽ ആരും തന്നെ കല്യാണം കഴിച്ചിട്ടില്ല. ആദ്യമായി കല്യാണം കഴിക്കാൻ പോകുന്നത് അമിത് ആയതുകൊണ്ടാണ് അമിത് ഈ സുഹൃത്തുക്കൾക്ക് വേണ്ടി വലിയൊരു ട്രീറ്റ് കൊടുക്കാമെന്നേറ്റത്. അതുകൊണ്ട് തന്നെയായിരുന്നു അമിത് അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. എന്നാൽ പകൽ സമയത്ത് എല്ലാതും വളരെ നോർമലായി തന്നെ പോയിക്കൊണ്ടിരുന്നു. എന്നാൽ രാത്രിയാവാൻ തുടങ്ങിയപ്പോഴേക്കും ആ ബംഗ്ലാവിലായിരുന്നു ആദ്യം ഇരുട്ടായിരുന്നത്. പിന്നീടാണ് ആ അടിവാരങ്ങളിലേക്ക് ഇരുട്ട് പ്രാപിച്ചിരുന്നത്. അത്രയ്ക്കും മലമുകളിലും അതുപോലെ കൂര ഇരുട്ടിന് നടുവിലും ഒരു പടുകൂറ്റൻ ബംഗ്ലാവായിരുന്നു അത്. അങ്ങനെ അവർ പാർട്ടിക്ക് വേണ്ടിയിട്ട് അവിടെ തിരഞ്ഞെടുത്തിരുന്ന ഒരു സ്ഥലം അവിടെ കൊട്ടാരത്തിന് മുകളിലുള്ള ആ ബംഗ്ലാവിന് മുകളിലുള്ള ഒരു ടെറസ് ആയിരുന്നു. ഇത്രയും വിജനമായ സ്ഥലത്ത് ഒരു ടെറസ് ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ഈ പാർട്ടിക്ക് നല്ലത് എന്ന് പറഞ്ഞ് സുഹൃത്തുക്കളോടൊപ്പം സാധനങ്ങളെല്ലാം എടുത്ത് ടെറസിന് മുകളിലേക്ക് അമിതും സുഹൃത്തുക്കളും യാത്രയായി. എന്നിട്ട് അവിടെ വെച്ച് വളരെ ഉച്ചത്തിൽ അവരുടെ കയ്യിലെ സ്പീക്കറിൽ പാട്ടും മേളവും വെച്ചിരുന്നു. ആ സമയത്ത് സ്ത്രീകളടക്കം പുരുഷന്മാരും ആ കൂട്ടത്തിൽ മദ്യപിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവിടുത്തെ മട്ട് പതുക്കെ മാറി തുടങ്ങിയത്. കൊട്ടാരത്തിന് താഴെ ഭാഗത്തു നിന്നും ആരോ ഒരു സ്ത്രീ കരയുന്നത് പോലെയുള്ള ഒരു ശബ്ദം കേട്ടുകൊണ്ടേയിരുന്നു. എന്നാൽ ആദ്യമൊന്നും അവരിത് കാര്യമാക്കിയില്ല. പെട്ടെന്നാണ് അമിതിന്റെ സുഹൃത്ത് നേഹ ആ ശബ്ദം സൂക്ഷിച്ചു നോക്കിയത്. ആ സമയത്ത് നേഹ കേട്ടത് ഒരു സ്ത്രീ അലറി വിളിച്ച് കരയുന്ന ഒരു ശബ്ദം തന്നെയായിരുന്നു. അതിന് നേഹ അമിതിനോട് പറഞ്ഞു, ഒരു സ്ത്രീ കരയുന്ന ശബ്ദം കേൾക്കുന്നില്ലേ? എവിടെ നിന്നാണ് സ്ത്രീ കരയുന്നത് എന്നൊക്കെ ചോദിച്ചു. അതിന് അമിത് പറഞ്ഞു, ഞങ്ങളൊന്നും നീ പറയുന്ന പോലെ ശബ്ദം കേൾക്കുന്നില്ലല്ലോ, ഇതൊരു പക്ഷെ നിന്റെ തോന്നലായിരിക്കാമെന്ന് പറഞ്ഞ് അമിത് വീണ്ടും ആ സ്പീക്കർ ഓൺ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ആ സമയത്തും നേഹയ്ക്ക് താഴെ ഭാഗത്തു നിന്നും ഒരു സ്ത്രീ കരയുന്നത് പോലെയുള്ള ഒരു ശബ്ദം കേട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇവരിൽ സുഹൃത്തുക്കളിൽ ഒരാൾ താഴേക്ക് മൂത്രമൊഴിക്കാനായി പോയിരുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞിട്ടും തിരിച്ചു വരാതായ തൻ്റെ സുഹൃത്തിനെ തിരഞ്ഞ് അതിൽ 2 പേർ താഴേക്ക് പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ചുമരിൽ അദ്ദേഹം തിരിഞ്ഞ് നിൽക്കുകയായിരുന്നു. സുഹൃത്തുക്കൾ അവനെ ആഞ്ഞ് ഉറക്കെ വിളിച്ചിട്ടും അവൻ തിരികെ നോക്കുന്നേ ഉണ്ടായിരുന്നില്ല. എന്തോ ഒരു രൂപത്തെ കണ്ട് അല്ലെങ്കിൽ എന്തോ ഭയന്ന് നിൽക്കുന്ന പോലെ ഒരു ചുമരിനോട് ചേർന്ന് അവൻ ആ ചുമരിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. സുഹൃത്തുക്കൾ അവനെ ഉറക്കെ വിളിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് അവരുടെ വിളി കൊണ്ടുള്ള ആ ഒരു ശക്തിയിൽ അവന് സ്വബോധത്തിലേക്ക് നടന്നു വന്നത്. പക്ഷേ അവൻ സുബോധത്തിലേക്ക് വരുന്ന സമയത്ത് ഞാൻ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്, എന്നെ ആരാണ് ഇവിടെ കൊണ്ട് എത്തിച്ചത് എന്നൊക്കെയുള്ള പിച്ചിയും പേയും മാത്രമേ അവൻ പറയുന്നുണ്ടായിരുന്നുള്ളൂ. അവന് മൂത്രമൊഴിക്കാനായി വന്നതാണെന്ന ആ ഒരു ചെറിയ ഓർമ്മ പോലും അവന് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ പടി വീണ്ടും മുകളിലേക്ക് കയറുന്ന സമയത്ത് ആ സുഹൃത്തുക്കൾക്ക് മനസ്സിൽ എന്തൊക്കെയോ ഒരു അസ്വസ്ഥത തോന്നിക്കൊണ്ടിരുന്നു. ഇവിടെ എന്തോ തെറ്റായി നടക്കുന്നുണ്ട്, ഇത് എന്തിനാവാം എന്ന ആ ഒരു ചിന്ത മാത്രമായിരുന്നു അവർക്ക് മനസ്സിൽ. എന്നാൽ അതിൽ അവർ 2 പേരും പറഞ്ഞു, ഇവിടെ എന്തെങ്കിലും ആപത്തുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഉടനെ തന്നെ ഇവിടെ കുടുങ്ങാൻ പോവുകയാണ്. അതുകൊണ്ട് അമിതിനോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും രക്ഷപ്പെടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെന്ന് അമിതിനോട് പറയുന്ന സമയത്ത്
അമിത് അതൊന്നും കാര്യമാക്കിയതേയില്ല. വളരെ നിസ്സാരമായി അത് തള്ളിക്കളയുകയുണ്ടായി. പെട്ടെന്നാണ് അമിതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന നേഹ മറ്റൊരു ശബ്ദത്തിൽ സംസാരിക്കാൻ തുടങ്ങിയത്. അത് കേട്ടുകൊണ്ട് തന്നെ ഈ 5 പേരും നേഹയ്ക്ക് നേരെ തിരിഞ്ഞു. എന്നിട്ട് നേഹ പറയുന്നത് കേട്ടു. ഞാൻ ഒരുപാട് നാളായി ഉറങ്ങുകയായിരുന്നു. നിങ്ങളാണ് എൻ്റെ ഉറക്കം കെടുത്തിയത്. ഇനി നിങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോവില്ല. ഇവിടെ വന്ന ആരെയും ഞാൻ തിരിച്ച് വിട്ടിട്ടില്ല എന്ന് നേഹയുടെ സ്വരത്തിൽ ആരോ നേഹയുടെ അകത്ത് കയറി സംസാരിക്കുന്നത് പോലെ. ഇതുകൂടി കേട്ട ഉടനെ തന്നെ അമിതിന് ചില കാര്യങ്ങൾ മനസ്സിലായി. നാട്ടുകാർ പറഞ്ഞതുപോലെ ഇതിൽ എന്തോ സത്യമുണ്ട്. ഈ ബംഗ്ലാവിനകത്ത് എന്തോ ഒരു ദുരൂഹ ശക്തിയുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടെ അവിടെ ഉണ്ടായിരുന്ന സ്പീക്കറും അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ലിക്കർ കുപ്പികളെല്ലാം അവിടെ വലിച്ചെറിഞ്ഞ് അവർ ആ കോണിപ്പടി ഇറങ്ങാനായി ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവർ ഒരു 3-4 തവണ ആ കോണിപ്പടികൾ ഇറങ്ങിയിട്ട് പോലും ആ കോണിപ്പടി അവസാനിക്കുന്നുണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, അവർ ഇറങ്ങുന്നതിനനുസരിച്ച് അവർ വീണ്ടും എത്തുന്നത് ആ ടെറസിൽ തന്നെയായിരുന്നു. അങ്ങനെ ഒരുപാട് തവണ പരിശ്രമിച്ചിട്ടും അവർക്ക് ആ സ്റ്റെയർ കേസ് ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ട് പെട്ടെന്ന് ആ ടെറസിൽ തന്നെ അവർ നിശ്ചലരായി നിന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ആ കോണിപ്പടിക്ക് താഴെ നിന്നും ആരോ ഒരു സ്ത്രീ കാലിൽ ഒരു പാദസരമൊക്കെ ധരിച്ച് ചെറിയ പാദസര കിലുക്കത്തിലും അതുപോലെ ചെറിയ രീതിയിലുള്ള കരച്ചിലിൻ്റെ ശബ്ദം കൊണ്ടും ഒരു സ്ത്രീ ആ പടിക്കെട്ടുകൾ കയറി കയറി വരുന്നത് അവർ കണ്ടത്. അങ്ങനെ നോക്കുന്ന സമയത്താണ് ഒരു സ്ത്രീ മുടിയൊക്കെ മുന്നിലേക്ക് അഴിച്ചിട്ട് കണ്ണുകൾ തീ പോലെ തിളങ്ങുന്ന ഒരു വികൃതമായ ഒരു പിശാചിനെ പോലെ തോന്നിക്കുന്ന ഒരു സ്ത്രീ അവർക്ക് നേരെ നടന്ന് വരുന്നത് കണ്ടത്. എന്നാൽ അവർക്ക് പിന്നീട് അവിടെ നിന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. എന്നാലും അവർക്ക് അവിടെ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമല്ലോ എന്നോർത്ത് അവർ കണ്ടെത്തിയ പല വഴികളിലൂടെയും അവർ ആ താഴത്തെ നിലയിലേക്ക് എത്തി. എന്നാൽ താഴത്തെ നിലയിൽ നിന്നും അവർ കാറിനകത്തേക്ക് ഓടാൻ ശ്രമിക്കുന്ന സമയത്ത് ആ ഒരു പൈശാചിക ശക്തി അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അവരെ ഓരോരുത്തരെയായി എടുത്തെറിയാൻ തുടങ്ങി. അതിൽ പലരും ചെന്ന് പതിച്ചത് അവിടെ ഉണ്ടായിരുന്ന ചുമരിലേക്കായിരുന്നു. എങ്കിൽ പോലും ഈ ഒരു പിശാച് നിഷ്ക്രൂരം അവരിൽ എല്ലാവരെയും ഉപദ്രവിക്കാനായി തുടങ്ങി. ആ പിശാച് കൂടുതലായി ചെയ്തിരുന്നത് അവരെ ഓരോരുത്തരെയായി അവിടെ ഉണ്ടായിരുന്ന ഭിത്തികളിൽ തല അമർത്തി കൊല ചെയ്യാൻ ശ്രമിക്കുന്ന പോലെയായിരുന്നു. എന്നാൽ ഈ പൈശാചിക രൂപം ഒരു മനുഷ്യന്റെ പകുതി രൂപമായിരുന്നു. അതിൻ്റെ ബാക്കി ഭാഗം ഒരു പിശാചിൻ്റെതുമായിരുന്നു. മുഖം അതിൻ്റെ മുടി കൊണ്ട് അത്ര വ്യക്തമായിരുന്നില്ല. എന്നാലും അതൊരു പൈശാചിക രൂപം തന്നെയായിരുന്നു. അങ്ങനെയാണ് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ തൻ്റെ കയ്യിലെ ഒരു കുപ്പിയിലെ ഒരു പ്രത്യേകതരം വെള്ളമെടുത്ത് ആ പിശാചിന് നേരെ തളിക്കാൻ തുടങ്ങിയത്. അത് അവരുടെ വിശ്വാസം അനുസരിച്ച് അതിലുണ്ടായിരുന്ന ആ കിഷോർ എന്ന് പറഞ്ഞ ഈ സുഹൃത്തിന് അവൻ്റെ അമ്മ നൽകിയ ഗംഗാ വാട്ടറായിരുന്നു. അതായത് ഗംഗാജലമായിരുന്നു. ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഗംഗാജലം അവർ യാത്ര ചെയ്യുന്നതിന് മുന്നേ കുടിക്കുകയും എന്തെങ്കിലും ആപത്ത് വരാതിരിക്കാനായി കയ്യിൽ കരുതുകയും ചെയ്യാറുണ്ട്. അങ്ങനെ ഈ ജലം ആ ഒരു പൈശാചിക ശക്തിയുടെ മേലിലേക്ക് തളയ്ക്കുന്ന സമയത്ത് ആ പിശാചിൻ്റെ ശക്തി അല്പസമയത്തേക്ക് എന്തോ കുറഞ്ഞതുപോലെ തോന്നി. ആ ഒരു ഗ്യാപ്പിലായിരുന്നു അവിടെ നിന്നും എല്ലാവരും പുറത്തേക്ക് ഓടി രക്ഷപ്പെടാനായി ശ്രമിച്ചത്. അങ്ങനെ അവർ ഓടി ഓടി ആ കാറിന് അടുത്തെത്തുന്ന സമയത്ത് അവരുടെ പുറകെ തന്നെ ആ ഒരു പൈശാചിക ശക്തി തളർന്ന സ്വരത്തോടു കൂടി അവരെ ആർത്ത് വിളിച്ചും അതുപോലെ ഒരു ക്ഷീണം ബാധിച്ച ഒരാൾ നടക്കുന്നത് പോലെ ആ ഒരു പൈശാച് അവിടെ നിന്ന് ആ കാറിനകത്തേക്ക് പതിയെ പതിയെ നടന്നു വരുന്ന സമയത്താണ് അമിത് എല്ലാവരോടും ഉള്ളിലേക്ക് കയറി വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കുന്നത്. 1 തവണ 2 തവണ 3 തവണ സ്റ്റാർട്ടാക്കിയിട്ടും ആ വണ്ടി സ്റ്റാർട്ടായില്ല. അവർക്ക് അവിടെ നിന്ന് പോകാനേ സാധിച്ചിരുന്നില്ല. അങ്ങനെ 4മതും ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ആ കാറ് സ്റ്റാർട്ടാവുന്നത്. എന്നാൽ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ആ ഒരു രൂപം അവരെ ലക്ഷ്യം വെച്ച് അതിവേഗത്തിൽ അവർക്ക് നേരെ കുതിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവർക്ക് തിരിഞ്ഞു നോക്കാൻ ഭയമുള്ളത് കൊണ്ട് തന്നെ അവിടെ നിന്നും അവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അങ്ങനെയാണ് പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ബംഗ്ലാവിൻ്റെ ആ ഒരു പടിവാതിൽ നിന്നും എന്തോ ഒരു ശക്തി തലയിലും ശരീരത്തിലുമൊക്കെ ചോരയൊലിപ്പിച്ച ഒരു ശക്തി അവരുടെ കാറിൻ്റെ ഫ്രണ്ട് ഗ്ലാസിന് മുന്നിലേക്കായി ചാടുന്നത്. എന്നാൽ ഈ ഒരു രൂപം അവർക്ക് മുന്നേ ചാടിയെങ്കിലും ആ കാറ് ആ രൂപത്തെ അതിവേഗം ഇടിച്ചിട്ട് അവിടെ നിന്നും താഴേക്ക് ഇറങ്ങിക്കൊണ്ടേയിരുന്നു. തിരിഞ്ഞു നോക്കാൻ പോലും പിന്നീട് അവർക്ക് ധൈര്യമുണ്ടായിരുന്നില്ല എന്നതാണ്
ആ കഥ. അങ്ങനെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നീട് അവർക്ക് ബോധം തെളിയുന്ന സമയത്ത് അവർ 6 പേരും ഒരു ആശുപത്രിയിലായിരുന്നു. ഉണർന്ന ഉടനെ അവരോട് ഡോക്ടേഴ്സ് പറഞ്ഞു, നിങ്ങൾ മാനസികമായും ശാരീരികമായും പേടിച്ചിരിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അവരോട് ചോദിച്ചു. എന്നാൽ അതിൽ 6 പേരും അവർക്ക് സംഭവിച്ചത് ആ ഡോക്ടറോട് തുറന്നു പറഞ്ഞില്ല. അവരെല്ലാവരും പറഞ്ഞു വണ്ടി ആക്സിഡന്റ് ആയി എന്ന് മാത്രമാണ് പറഞ്ഞത്. എന്നാൽ ആ നിമിഷം മുതൽ അവരുടെ മനസ്സിൽ അന്ന് രാത്രി ആ പാർട്ടിക്കിടയിൽ അവർ കണ്ട ആ സ്ത്രീയുടെ രൂപവും, കാറിൽ അവർക്ക് മുന്നിൽ ചാടിയ ആ പെൺ രൂപവും, അതുപോലെ ആ ചായക്കടക്കാരൻ അവരെ വാൺ ചെയ്ത ആ രാത്രിയുമായിരുന്നു അവരുടെ മനസ്സിൽ മുഴുവൻ. പിന്നീട് ഒരിക്കൽ പോലും അവർ ഇത്തരത്തിലുള്ള ഒരു ബംഗ്ലാവിലേക്കോ അല്ലെങ്കിൽ ഇത്തരം സാഹസികത നിറഞ്ഞ ഒരു സ്ഥലത്തേക്കോ പോയിട്ടില്ല എന്ന് തന്നെയായിരുന്നു സത്യം. ഇതുപോലെയുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടാവുന്നതാണ്.